10 വർഷം മുമ്പ് മണ്ണൂത്തിയിൽ നിന്നും വരിക്കപ്ലാവിൻ്റെ തൈ വാങ്ങിയതാണ്. 3 വർഷം കഴിയുമ്പോൾ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു ചക്കത്തിരി പോലും ഇട്ടില്ല. 7 വർഷം അങ്ങനെ കാത്തിരുന്നു. ഫലം ഉണ്ടാകാതെ വന്നതോടെയാണ് പുതിയ പരീക്ഷണം പ്ലാവിൽ നടത്തിയത്. ഒരു മോതിരവളയമിട്ടു. പ്ലാവിൻ്റെ ചുറ്റുമായി 1 ഇഞ്ചോളം വലിപ്പത്തിൽ തൊലി ചെത്തിക്കളയുന്ന പ്രക്രിയയാണിത്. തൊട്ടടുത്ത വർഷം മുതൽ പ്ലാവ് കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. വീട്ടുകാരെ പോലും അതിശയിപ്പിച്ച പ്ലാവ് നിറയെ ചക്കയാണ്. ഞങ്ങൾ വിചാരിച്ചു അത് വെട്ടിക്കളയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മോതിരവളയം എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളുടെ പൊക്കത്തിൽ 1 ഇഞ്ച് ഇവിടെ വരച്ചിട്ട് അടിയിൽ 1 ഇഞ്ച് വിസ്താരത്തിലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലി എത്തിക്കളഞ്ഞു. തൊലി എത്തിക്കളഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ താഴെ 100-ലധികം ചക്കകളാണ് ഇവിടെ ഉണ്ടായേക്കണത്. അതിന് മുകളിൽ കുറച്ച് കുറവാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു മുകളിൽ ഇത്തിരി സ്റ്റൂളിട്ടിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ്. ഈ ചക്ക എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളൊരു 10-15 ചെത്തി മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ നിന്നുള്ളതിന് വളരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ കുറേ ചക്കകൾ, ഒരു 10-20 ചക്കയോളം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിരിക്കുന്നത്. 100-ലധികം ചക്കയാണ് പ്ലാവിൻ്റെ വേര് മുതൽ മുകൾ ഭാഗം വരെ കായ്ച്ചിരിക്കുന്നത്. പ്ലാവിന് മോതിരവളയമിട്ട ഭാഗത്തു നിന്നും താഴേക്കാണ് കൂടുതൽ ചക്കകളും കായ്ച്ചിരിക്കുന്നത്. മോതിരവളയത്തിന് മുകളിലേക്ക് കായ്ച്ച ചക്കകളുടെ എണ്ണം താരതമ്യേന കുറവുമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, എന്തുമാത്രം ചക്കയാണല്ലേ! ചക്ക കൊതിയർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. പ്രത്യേകിച്ച് അമ്മ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല, ചക്ക കൂടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങോട്ട് ചെന്നാൽ ചക്ക കൊടുക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ മോതിരവളയം എന്ന് പറയുന്ന ആ രീതി, അതെന്താണ്? ഇവിടെ അവർ ചെയ്തത് എന്തായിരുന്നു? അത് ഈ വിളവ് ലഭിക്കാത്ത ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു രീതി അത് സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്. അത് ഒന്ന് ചെയ്തു നോക്കിയതാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങി. ഇത് 3ാമത്തെ വർഷമാണ് ഈ മോതിരവളയം ചെയ്ത ശേഷം ഈ ചക്കകൾ ഇങ്ങനെ കായ്ക്കുന്നത്. 3ാം കൊല്ലമായപ്പോൾ വിളവിങ്ങനെ കൂടിക്കൂടി ഇന്നിപ്പോൾ ആ മോതിരവളയത്തിന് താഴെ ചക്ക കായ്ക്കാത്ത ഒരു ഇടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ആ ചക്കകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് കാണാൻ നിരവധി പേര് വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഈ ചക്ക കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചക്ക കൂടുതൽ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള ചക്കകളുണ്ട്. ഇപ്പോൾ ഈ പാകമായ ചക്കകളുണ്ട്, അതുപോലെ തന്നെ മൂക്കാത്തതും മൂത്തതുമായൊക്കെയുള്ള ചക്കകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ചക്ക ഈ കാണാൻ വരുന്നവർക്കൊക്കെ ഇവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിലെ കഴകമാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ശേഷിക്കുന്ന ചക്കകൾ നൽകാനുള്ളൊരു തീരുമാനം കൂടിയുണ്ട്. കാരണം കുറേ അധികം ചക്ക ഇങ്ങനെ പ്ലാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തിന്ന് തീർത്താലും മതിയാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ചീത്തയിൽ പോകണ്ടല്ല എന്ന് കരുതി ആളുകൾക്ക് കൊടുക്കുകയും മറ്റ് അമ്പലങ്ങളിലുമൊക്കെ ഇങ്ങനെ കൊടുത്ത് വരുന്ന ആളുകൾക്കും വലിയൊരു കാഴ്ചയാണ്. ഫോട്ടോയും മറ്റുമൊക്കെ എടുത്ത് ആളുകൾ മടങ്ങുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ചക്ക കായ്ക്കാത്ത പ്ലാവുകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു മോതിരവളയം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വാർത്തയുടെ. ശരി ശ്യാം, എന്തായാലും ഇത്രയും ചക്ക ഒരു പ്ലാവിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുമല്ലേ. അപ്പോൾ പലരുടെയും വീട്ടിൽ ഇതുപോലെ വിഷമമുള്ളവരുണ്ടാവും, പ്ലാവ് കായ്ക്കുന്നില്ല എന്ന വിഷമമുള്ളവരുണ്ടെങ്കിൽ ഈ മോതിരവളയം ഒന്ന് പരീക്ഷിച്ചാൽ ഇതുപോലെ നിറയെ ചക്കകൾ പ്ലാവിൽ ഉണ്ടാവുമായിരിക്കും. ശരി ശ്യാം.